ആരാധ്യരായ മിത്രങ്ങളെ, ഏപ്രിൽ 1 അയോധ്യയിലെ എയർപോർട്ടിൽ കാലുകുത്തുമ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ ഒന്ന് പങ്കുവെക്കുകയാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏത് കാര്യവും അത് മാറ്റം വന്നുകൊണ്ടിരിക്കും. ശ്രീരാമൻ ഭരിച്ചിരുന്ന അയോധ്യയുടെ ഒരംശവും പിന്നീട് കൃഷ്ണൻ എത്ര കൊല്ലത്തിന് ശേഷം വരുന്നത്. അപ്പൊ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷെ മാറ്റമില്ലാത്ത ഒരു അയോധ്യയെ നമ്മൾ മുറുകെ പിടിക്കണം. അത് നമ്മുടെ മനസ്സിനകത്തുള്ള അയോധ്യയാണ്. പ്രപഞ്ചത്തിന്റെ സ്വഭാവം യുദ്ധം എന്നതാണ്. ആയോധനമില്ലാത്ത, യുദ്ധമില്ലാത്ത സ്ഥലമാണ് അയോധ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ സൂക്ഷ്മതലത്തിലെ അർത്ഥം മനസ്സിലാക്കണം. യുദ്ധത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തെ ഒഴിവാക്കാൻ എത്രയാണ് ശ്രമിച്ചെന്ന് അറിയും. കൃഷ്ണൻ പറയാ, ഞാൻ പരാജയപ്പെട്ടു. കൃഷ്ണനല്ലേ യുദ്ധം ഉണ്ടാക്കിയെന്നുള്ള വേറെ കാര്യം. നമ്മൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനാണ്. എന്താ സഹദേവൻ ചെയ്യുക? സഹദേവനേക്കാൾ വലിയ ബുദ്ധിജീവിയില്ല. സഹദേവൻ, ദേവനുമായി ചേർന്ന് നിൽക്കുന്നതാണ് നമ്മളുടെ ആനന്ദമയ കോശ. ആനന്ദമയ കോശം പോലും ബ്രഹ്മമല്ല. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു വെച്ചിട്ട് ആനന്ദമയ കോശം ബ്രഹ്മമൊന്നുമല്ല. അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സഹദേവൻ. ബാക്കിയുള്ളവർ പറഞ്ഞ മറുപടിയിലല്ല സഹദേവൻ പറഞ്ഞത്. കൃഷ്ണ, യുദ്ധം അങ്ങ് ഉണ്ടാക്കുന്നു, മരിക്കുന്നവരെ അങ്ങ് ആദ്യം തന്നെ കൊന്നുവച്ചിരിക്കുന്നു, ഇതൊക്കെ അങ്ങയുടെ സങ്കല്പമല്ല. ഇത്യാദി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണോ? മൂഢനായ ഞാൻ എന്താ മറുപടി പറയാ? രണ്ടുണ്ടെങ്കിൽ പ്രപഞ്ചമായല്ലോ. ദ്വൈതത്തിലേക്ക് വന്ന ഉടനെ സംഘർഷം നടക്കും. എവിടെ രണ്ടാളുണ്ടോ സംഘർഷം ഉണ്ടാവും. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണെങ്കിലും സംഘർഷം ഉണ്ടാവും. കുറച്ചു ദൂരം കഴിഞ്ഞാൽ പറയും ഇങ്ങോട്ട് പോവാന്ന്, വേറൊരാൾ പറയും ഞാൻ അപ്പളേ പറയാ ഇതിലെ വേണ്ട, പുറത്തേക്ക് പോവാ. യുദ്ധം തീർച്ചയാണ്. രണ്ടുണ്ടോ സംഘർഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ സംഘർഷം തീർച്ച. എല്ലാ വീട്ടിലും ഇങ്ങനെ സംഘർഷം ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ട. സംഘർഷം ഉണ്ടാവും, ഒരാളുടെ അഭിപ്രായമില്ല. മകൻ പറയും അച്ഛന് മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയില്ലേ, പറയില്ലേ. ഭാര്യ പറയില്ലേ ആർക്ക് മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യനാണ്. ഭാര്യയെ പറ്റി ഭർത്താവ് പറയില്ലേ. അച്ഛനും അമ്മയും രണ്ടുപേരും ബുദ്ധിയില്ലാത്തവര് ഒന്ന് മക്കള് പറയില്ലേ. മക്കള് നന്നല്ല എന്ന് അച്ഛൻ പറയില്ലേ. തന്നെ യുദ്ധം. യുദ്ധമില്ലാത്തൊരവസരമില്ല. കോഴി ധാന്യങ്ങള് കൊത്തി 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 എത്രയോ കിലോമീറ്റർ നടന്ന നാടൻ കോഴിയുടെ കാര്യമാണ്. പണ്ടത്തെ കോഴിയുടെ കാര്യം പറയാട്ടോ. പട്ടാമ്പിക്കാരായ പഴയ നാടൻ കോഴികളുടെ കാര്യം പറയും. ആ പാടത്ത് കൂടെ ഒക്കെ നടന്നിട്ട് ഓരോ നെൽമണി വെച്ച് വിഴുകും. ഇനി രാത്രി അതിന് വിശ്രമമുണ്ടോ? പറ്റില്ല, യുദ്ധം വേണം. അതെന്താ? ഒരു 4 കല്ലിന്റെ ചെറിയ കല്ലും വിഴുകും. അകത്ത് പോയിട്ട് ഈ കല്ല് റൈസ് മില്ലിൽ അരയണ മാതിരി ഈ നെല്ല് കംപ്ലീറ്റ്
ഭൂമി വേറെയാക്കി മാറ്റി ധാന്യത്തിനെ ദഹിപ്പിക്കാൻ അകത്ത് യുദ്ധം നടക്കണം. വീട് വിട്ട് ഗ്രാമത്തിലോ, ആ ഗ്രാമത്തിൽ ഒരു വാർഡില് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ വാർഡിനകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് യുദ്ധം. പാലം അവിടെ വേണ്ടാന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞു. ഇപ്പൊ വേറൊരു പാലം അവിടെ തന്നെ ഉണ്ടാവണം. ആ പാലം എങ്ങനെ ആക്കിയത് പഞ്ചായത്തുകാർ പറഞ്ഞാണ്. ശരി, പഞ്ചായത്ത് ലെവൽ എടുത്താലോ യുദ്ധം പഞ്ചായത്തിനകത്ത്. പിന്നെ സംസ്ഥാന തലത്ത് അകത്ത് യുദ്ധം. ഒരു രാജ്യത്തെ എടുത്താലോ ആഭ്യന്തര യുദ്ധം. ലോകരാജ്യങ്ങൾ എടുത്താൽ യുദ്ധമില്ലാത്ത അവസ്ഥയില്ല. ഇതാണ് യുദ്ധം. ഒടുവിൽ എല്ലാവരായിട്ടും കലഹം. അവനവന്റെ ആളുകൾ മാത്രം മതി. അവനവന്റെ ആളുകൾ മാത്രമാണെങ്കിൽ ആ അവനവന്റെ ആളുകൾ നമ്മൾ യുദ്ധമല്ലേ. മുൻസിഫ് കോടതിയിൽ കൂടുതൽ കേസ് ആര് തമ്മില? അന്യരാജ്യക്കാരൻ വന്നിട്ടാണ് അവിടെ കലഹം. ഏട്ടാനിയന്മാര് തമ്മില്, ബന്ധുക്കള് തമ്മില്. ബന്ധുക്കള് തമ്മിൽ നോക്കി നോക്കണം. അവരായിട്ട് സംസാരിക്കാൻ പറയാ. അത് നിക്ക് കിട്ടേണ്ട മുതല ഏട്ടനെ അത് തട്ടിയെടുത്തു. ഒരു സ്ത്രീ വളരെ ആ സ്ത്രീയെ നോക്കിയ ആളുകളുടെ ബന്ധുക്കളുടെ പേരിൽ ഉച്ചത്തെ എഴുതി വെച്ചു. അത് ഏട്ടന്മാർക്ക് ഇഷ്ടായില്ല. ഞങ്ങൾ എന്താ മനുഷ്യന്മാരില്ലേ. ഒരേട്ടൻ കേസ് കൊടുത്തു. പറയാ അങ്ങനെ ആ ഒപ്പൊന്നും ചേച്ചിയുടെ ഒപ്പല്ല. അവൻ ഇപ്പോഴും നേരം വിളിച്ചിട്ടില്ല. അവിടെ യുദ്ധ. അനുനിമിഷം ലോകം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോ സംസാരിക്കുമ്പോ ആശയങ്ങളുമായിട്ട് യുദ്ധം നടക്കുക. കേൾക്കുന്നവരുടെ മനസ്സിൽ അവരുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി അവിടെ ഒരു യുദ്ധം നടക്കുക. നാട്ടുകാരോട് മുഴുവൻ യുദ്ധം ചെയ്തിട്ട് അവസാനം എനിക്ക് വേണ്ടപ്പെട്ടവർ മാത്രമായി. എന്റെ കാറിനകത്ത് ഞാനും ഭാര്യയും, ഇപ്പൊ എല്ലാവർക്കും 2 മക്കളാണ്. 2 മക്കളും ആണെങ്കിൽ അതിനകത്ത് വഴക്കാണ്. അച്ഛാ വണ്ടി ഈ വഴി കൂടെ പോട്ടെ. മകളുടെ യുദ്ധം. അച്ഛനോട് ഞാൻ അപ്പളേ പറഞ്ഞിട്ട് ഇന്ന ഭാഗത്താനില്ല. ഭാര്യ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? ഭാര്യയും മക്കളും ഇല്ലാതെ ഒരിടത്ത് കുത്തിയിരുന്നാൽ അവരുടെ അകത്ത് ആഭ്യന്തര യുദ്ധം. ആഭ്യന്തര യുദ്ധത്തിന്റെ പേരല്ലേ സാർ മുട്ടുവേദന, കഴുത്തുവേദന. എന്ത് ഓരോരോ പ്രോബ്ലം ഓരോരുത്തർക്ക് ഉണ്ടാവില്ലേ? തലചുറ്റല്, വിമ്മിഷ്ടം, ആഭ്യന്തര യുദ്ധമാണ് ഇതൊക്കെ. അതുകൊണ്ട് യുദ്ധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ, യുദ്ധമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ യുദ്ധമാണല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധമില്ലാത്തൊരവസ്ഥ ഉണ്ടാവണമല്ലോ. ഒരു വസ്തു ഉണ്ടെങ്കിൽ എതിർവശം ഉണ്ടാവില്ലേ? ഈശ്വരനില്ല എന്ന് പറയുന്നത് തെളിഞ്ഞില്ലേ ഉണ്ടെന്ന്? ഉള്ള ഒന്നിനല്ലേ ഇല്ല എന്ന് പറയാ. ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം തീർച്ചയായി ഇല്ലാന്ന്. ഉള്ളതിവന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തീർച്ചയായി, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തീർച്ചയായി. യുദ്ധം അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുദ്ധമില്ലാത്തൊരു കേന്ദ്രമുണ്ട് എന്നാണ്. എവിടെ?
നമ്മുടെ മസ്തിഷ്കത്തിൽ സമമായ ബുദ്ധി, സുഖദുഃഖങ്ങൾക്ക് അതീതമായ കാഴ്ചപ്പാട്, ആ മണ്ഡലത്തെ പ്രതീകവൽക്കരിക്കുകയാണ് അയോധ്യ ചെയ്യുന്നത്. യുദ്ധം, ഒന്നുകൂടി പറഞ്ഞാൽ, എല്ലാ വാഹനവും ഓടിക്കൊണ്ടിരിക്കണം. നിരത്ത് ഓടുന്നില്ല. വാഹനങ്ങൾ ഓടുന്നു എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം തീർച്ചയായും, നിരത്ത് ഓടുന്നില്ല. ഇതുപോലെ യുദ്ധമില്ലാത്തൊരവസ്ഥ അയോധ്യ നമ്മുടെ മസ്തിഷ്കത്തിനകത്ത്, കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനും ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ അപ്പപ്പോ പറയുന്നതാ. ചില കാര്യം വ്യക്താക്കാൻ ചില കേന്ദ്രങ്ങൾ മസ്തിഷ്കത്തിനകത്തുണ്ട്. ആ കേന്ദ്രങ്ങളെ ഒന്നുകൂടി ഉന്മേഷഭരിതരാക്കാൻ ആ പശ്ചാത്തലത്തിലേക്ക് നാം പോകുമ്പോൾ ഗുണം കിട്ടും. നമ്മുടെ ശരീരത്തിലൊരു അയോധ്യയുണ്ട്. ആ അയോധ്യയിൽ സമാധാനമാണ്. ആ അയോധ്യയിൽ സമാധാനത്തിന് ആ വൈബ്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഗുണം ചെയ്യും. അയോധ്യ യാത്രയിലെ ഇതുകൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ ആ അവസ്ഥയുടെ കേന്ദ്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അംശങ്ങളുള്ള പ്രകൃതിയുടെ മഹത്തായ തലങ്ങളിലൂടെ നടക്കുന്നത് ഗുണം കിട്ടില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.